ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ട്രോൾ വീഡിയോസ് അതുപോലെ തന്നെ ന്യൂസ് റീഡിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ഇത്തരം വീഡിയോസുകൾക്ക് യൂട്യൂബ് നിയമം ഒന്നുകൂടെ കർശനമാക്കുന്നു എന്നുള്ളതാണ്. ജൂലൈ 15 വരുന്ന ചില മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് എന്നുള്ളത് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടേതായ എന്തെങ്കിലും കഴിവുകൾ അതിൽ കാണിക്കുക എന്നുള്ളതും നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതും നിങ്ങളുടെ വീഡിയോസ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി വ്യക്തമായിട്ട് ഇന്നലത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് അവന്റെ വീഡിയോസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ. അവൻ ട്രോളാൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോസും അതേപോലെ തന്നെ കുറേ സിനിമയുടെ കട്ടിങ്സ് മാത്രമായിരിക്കും അവൻ ഓർ അവൾ. ഓക്കെ, ആരായാലും ആ വീഡിയോ ക്രിയേറ്റർ ഉപയോഗിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ്. ഇതിന്റെ ഇടയിൽ വീഡിയോസ് ഇട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് അവരുടെ വീഡിയോസ് ഇടും, പിന്നെ ഏതെങ്കിലും സിനിമയുടെ ഒരു കട്ടിങ്സ് ഇടും. അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ യൂട്യൂബിന്റെ കാര്യത്തിൽ സംശയമാണ്. യൂട്യൂബ് അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് യൂട്യൂബ് വീണ്ടും പറയുന്ന കാര്യം അല്ലെങ്കിൽ ഗൂഗിൾ പറയുന്ന കാര്യം നിങ്ങളുടേതായ ശബ്ദങ്ങൾ കൊടുക്കുക, നിങ്ങളുടേതായ വോയിസ് കൊടുക്കുക, നിങ്ങളുടേതായ റിയാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തക്ക വണ്ണത്തിലുള്ള ക്രിയേറ്റിവിറ്റി. അതായത് ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എഡിറ്റിംഗ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ട്രോൾ വീഡിയോസ് ചെയ്യുന്നവർ അതേപോലെ നമുക്കും ചെയ്ത് കളയാം എന്ന് കരുതി നമ്മൾ ട്രോൾ വീഡിയോസിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ട്രോൾ വീഡിയോസ് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. ട്രോൾ വീഡിയോസ് പലരും ചെയ്യുന്നുണ്ട്, മോണിറ്റൈസേഷൻ്റെ അടുത്ത് എത്തുമ്പോൾ റിജക്റ്റ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അത് ട്രോൾ വീഡിയോസ് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ അതായത് ഇതിൻ്റെ ഒരു വ്യൂസിൻ്റെ ഗണ്യമായ വലുപ്പം, അതായത് വലിയ തോതിൽ ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് മോണിറ്റൈസേഷൻ കിട്ടാൻ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ യൂട്യൂബ് പറയുന്നുണ്ട് ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നുള്ളത്. അപ്പൊ അവിടെ ആ ജനങ്ങളുടെ ആസ്വാദനം എന്ന് പറയുന്നത് 100% എഡിറ്റിംഗ് ആണ്. ചേർക്കേണ്ട സ്ഥലത്ത് ചേർക്കേണ്ടത് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സിനിമ കട്ടിങ്സും മറ്റുള്ളവരുടെ വീഡിയോസും ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷെ നോർമലി എല്ലാവരും അതുപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എഡിറ്റിംഗിന്റെ ആസ്വാദന കലയും വ്യൂസും യൂട്യൂബ് അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അത്തരത്തിൽ ഇനി ഈ ട്രോൾ വീഡിയോസ് ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയ പലരും പേടിക്കുന്നുണ്ടാവും ഞങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടില്ല. അതിൽ യൂട്യൂബ് എടുത്തു പറയുന്ന ഒരു കാര്യം ഒരു കൂട്ടക്കാരുടേതാണ്. അതായത് ട്രോൾ വീഡിയോസ് അവർ ആദ്യകാലങ്ങളിൽ മോണിറ്റൈസേഷൻ ചെയ്യുകയും പിന്നീട് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയും പിന്നീട് അപ്പീലിലൂടെ യൂട്യൂബിനെ കൺവിൻസിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുകയും ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഒരിക്കലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയവർ, അതായത് ഈ ഒരു റൂൾസ് വരുന്നതിന് മുമ്പ് മോണിറ്റൈസേഷൻ കിട്ടിയവർ ഒന്നുകൂടി ആത്മപരിശോധന നടത്തുക, അതല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക എന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം അവർക്ക് ഒരുപക്ഷെ പണി കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ട്രോൾ വീഡിയോസ് ചെയ്യുന്നവർ പലരും മറഞ്ഞിരുന്നാണ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഫേസ് കാണിച്ച് പലർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്തരം വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ യൂട്യൂബ് പറയുന്നത് നിങ്ങളുടെ വീഡിയോസ്, അതായത് നിങ്ങളുടെ ഫേസ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വോയിസ് ആവാം ആ സിനിമ. അപ്പൊ നിങ്ങളുടേതായ എന്തെങ്കിലും ഔട്ട്പുട്ട് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നാളെ പുലർച്ചെ അല്ലെങ്കിൽ നാളെ 15-ാം തീയതി തികയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മോണിറ്റൈസേഷൻ കട്ടാകും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. യൂട്യൂബ് ഒരിക്കലും മോണിറ്റൈസേഷൻ എടുത്ത് കളയുന്നതിന് നിങ്ങൾക്ക് ആദ്യം മെയിൽ വരുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു, എന്നിട്ട് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. യൂട്യൂബ് ഇത് പിടിമുറക്കുന്നു 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞതൊഴികെ ബാക്കി എങ്ങനെ യൂട്യൂബ് അതിന്റെ സ്റ്റെപ്പ് എടുക്കുന്നു, യൂട്യൂബ് എന്തെല്ലാം റൂൾസുകളാണ് അതിനു വേണ്ടി യൂട്യൂബ് കരുതി വെച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റന്നാൾ പറയാം. ഈ കാര്യങ്ങൾ ട്രോൾ വീഡിയോസിന്റെ ആളുകളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ന്യൂസ് റീഡിംഗ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതായത് ഞാൻ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. ഒന്ന് നമ്മൾ കൊളാബ് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോ മുകളിലും വെച്ച് ഒരു വീഡിയോ അടിയിലും വെച്ചുകൊണ്ടോ ഒക്കെ നമ്മൾ വെറുതെ ആക്ഷനും കാര്യങ്ങളും കാണിക്കും. ചിലർ മെയിൻ വീഡിയോസും അതേപോലെ എഡിറ്റ് ചെയ്തിട്ടും ഒരു വീഡിയോസ് ഈ സൈഡിൽ ഇങ്ങനെ കാണിച്ചിട്ട്
ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും അത്തരം വീഡിയോസുകൾക്കാണ് വിലക്ക് വന്നിട്ടുള്ളത്. നിങ്ങളൊരു വീഡിയോസിനെ കുറിച്ച് പിന്നെ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാവനയിലുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് അത്തരം വീഡിയോസിന് ഇനി മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറയുന്നതും അതും വളരെയധികം തെറ്റാണ്. മോണിറ്റൈസേഷൻ കിട്ടും, നിങ്ങളുടേതായ ഫേസ് നിർബന്ധമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത് എന്തെന്ന് വെച്ചാൽ ചില ഗോസിപ്പ് ചാനലുകളൊക്കെ ഉണ്ട്, നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ അറിയാം. അതായത് മന്ത്ലി ഒരു 20,000 15,000 മന്ത്ലി എങ്ങനെയായാലും വാങ്ങുന്നവരാണ് അവർ അത്തരം ചാനലുകൾ. അതായത് ദിവസം 3 കണ്ടന്റ് 2 കണ്ടന്റ് ഇടും. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ന്യൂസ് എന്നുള്ളത്. ഓക്കെ, ആ സിനിമാ നടൻ ഈ സിനിമാ നടിയുമായിട്ട് എന്തൊക്കെയോ ലിങ്ക് ഉണ്ട്, അത്തരത്തിൽ ഇങ്ങനെ വെറും ഒരു ഫോട്ടോസും ഇതും വെച്ചിട്ട് വോയിസ് ഓവറും വെച്ചിട്ട് പോകുന്ന ചില ചാനലുകളുണ്ട്. അത്തരം ചാനലുകാരോടാണ് യൂട്യൂബ് പറയുന്നത്, നിങ്ങൾ ക്രിയാത്മകമായ വീഡിയോസ് എന്തെങ്കിലും ഇടുക എന്നുള്ളത്. ഓഡിയോസ് മാത്രമാക്കാതെ വീഡിയോസ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്തരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോസും പ്ലസ് ഓഡിയോയും ഓക്കെ ആണ് എന്നുള്ളത്. പക്ഷെ അത് അത്തരം വിഷയങ്ങൾ ഏതെന്ന് വെച്ചാൽ അത് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെയുള്ള ഈ എന്റർടൈൻമെന്റ് പർപ്പസിനൊന്നും അത് യൂട്യൂബ് ഇനി അനുവദിക്കുന്ന കാര്യം വളരെ റയറായിട്ടാണ്, വളരെ അങ്ങനെ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ വീഡിയോസിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടതോ, പറ്റുമെങ്കിൽ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം ബന്ധപ്പെടാത്തത് എന്നുള്ളത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു വീഡിയോസ് താൽക്കാലികമായിട്ട് ഇട്ടുകൊണ്ട് അത്തരം വീഡിയോസുകളെ രസകരമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം. അതായത് ഇത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം അറിയാത്തവർ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അറിയാത്തവർ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വാട്സപ്പിലോ എങ്ങനെയൊക്കെ പറയാം. കാരണം ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫേസ്ലെസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നവർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കണം. ഫേസ്ലെസ് വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു ഗണത്തിലേക്ക് പോകുമ്പോൾ, അതായത് നിങ്ങളുടെ ഫേസ് കാണിക്കാതെ ചെയ്യുന്ന വീഡിയോസ് അല്ല, നിങ്ങളുടെ വീഡിയോസിൽ ചലിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാകാനാണ് യൂട്യൂബ് പറയുന്നത്. അത്തരം ചലിക്കുന്ന വീഡിയോസ് ഇട്ടുകൊണ്ട് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കുമ്പോഴും പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. അവരുടെ വീഡിയോസ് എടുക്കുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വരില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു അളവിലും തൂക്കത്തിലും ഒക്കെ വളരെ നോക്കിയും കണ്ടും ചെയ്യുക. ഫുൾ സ്ക്രീനിൽ അവരുടെ വീഡിയോസ് നിങ്ങൾ കാണിക്കാതിരിക്കുക. സൈഡിൽ ഇങ്ങനെ കട്ടിങ്സിൽ കുറച്ച് ഭാഗം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ അത്തരം വീഡിയോസ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം മാത്രം കൂടെ വ്യക്തമായി ഞാൻ പറയട്ടെ, ഈ ട്രോൾ വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ആൾക്കാരോട് മാത്രമായിട്ട് ഒരിക്കലും, എല്ലാവരോടും കൂടിയാണ്, നമുക്ക് അത്രയും കോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്ത് പറഞ്ഞത്. ഒരിക്കലും ജൂലൈ 15-ാം തീയതി എന്ന് ഡേറ്റ് കഴിഞ്ഞ് 16-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. യൂട്യൂബ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി നിങ്ങൾക്ക് മെയിൽ അയച്ചോ, നിങ്ങൾക്ക് ഏതെങ്കിലും വിധേനെ നിങ്ങൾക്ക് അത് അറിയിച്ചതിന് ശേഷം മെല്ലെ യൂട്യൂബിന്റെ സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് എടുക്കുക. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആത്മധൈര്യത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോവുക. ഇനി ട്രോൾ വീഡിയോസ് തുടങ്ങുന്നവർ, ഇതുവരേക്കും തുടങ്ങിയവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുവരേക്കും മോണിറ്റൈസേഷൻ അപ്പീൽ വഴി മോണിറ്റൈസേഷൻ കിട്ടിയവരുടെ കാര്യം സേഫാണ്. ഇനി കിട്ടാത്തവർ ഇത്തരത്തിൽ കൂടെ നിങ്ങൾ വീഡിയോസ് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി കൂടെ ആഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളും സേഫ് ആയിരിക്കും. ഇനി ഇത്തരം റിയാക്ഷൻ വീഡിയോസ് ആയാലും ട്രോൾ വീഡിയോസ് ആയാലും ഈ രണ്ട് ചെയ്യുന്നവർ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളും സേഫാണ്. ഇത്രയേ ഉള്ളൂ. യൂട്യൂബ് പിടിമുറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ യൂട്യൂബ് നാളെ വിളിച്ച് കുറേ മോണിറ്റൈസേഷന് ആയ ചാനലുകൾ അങ്ങോട്ട് കട്ട് ചെയ്യുന്നു ഒരിക്കലും ഈ ജൂലൈ 5-ന് ശേഷം നിങ്ങൾ ആരും അത്തരത്തിൽ വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമായി മാത്രം വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിട വാങ്ങുന്നു. ഷറഫ് ABS.